ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾക്കെന്താണ് ന്യായമെന്ന് ചോദിച്ച വേദഗ്രന്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ഈ അർത്ഥത്തിൽ അതിജീവനത്തിന് പോരാടിക്കൊണ്ടിരിക്കുന്ന, ജീവിക്കുവാൻ വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന, ജീവിക്കുവാൻ വേണ്ടി രക്തം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ ഒരു കാരണവശാലും മനുഷ്യത്വം മനസ്സിൽ മരവിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് സാധ്യമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ, ഇസ്രായേൽ ഗസ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നാം ഏവരും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന, നാം ഏവരും ആദരിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളും ആദരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവുണ്ടല്ലോ, ആ രാഷ്ട്രപിതാവ് എടുത്ത മുദ്രാവാക്യത്തെയാണ് ജമാഅത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഫലസ്തീനിന്റെ മണ്ണിൽ ഒരു തരിമണ്ണിന് പോലും അവകാശമില്ല എന്ന് ആർജവത്തോടുകൂടി നഷ്ടം ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വഹിച്ച നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ്, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ മുദ്രാവാക്യത്തെയാണ് ജമാഅത്തെ ഇസ്ലാം ഈ സന്ദർഭത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിനും അവകാശപ്പെടാനുണ്ട് ഒരു പാരമ്പര്യം. നമ്മുടെ രാജ്യം നാം ഓരോരുത്തരും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലെ കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികൾ, അങ്ങനെ അധിനിവേശ ശക്തികളെ നമ്മുടെ രാജ്യത്തിലേക്ക് കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് കടന്നു വരികയും അങ്ങനെ നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയമായ അധികാരം നേടിയെടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ആർജവത്തോടുകൂടി അവർക്കെതിരെ പോരാടിയ നെഹ്റുവിന്റെ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിമാരുടെ, ഭഗത് സിംഗുമാരുടെയും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസുമാരുടെയും പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിന് അവകാശപ്പെടാനുള്ളത്. അത്തരം ഒരു പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിനെതിരെ മൗനം പാലിക്കുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. ഒരർത്ഥത്തിലും മൗനം പാലിക്കുവാൻ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ തുളച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ സ്ത്രീകളെ തുളച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലമായി ഉപരോധങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ മൗനം പാലിക്കുവാൻ നമുക്ക് സന്നദ്ധമല്ല. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് 2006 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണകൂടമാണ് ഇന്ത്യയിൽ നിന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണകൂടം അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലും പാലിക്കപ്പെടുന്ന, അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഒന്നടങ്കം തവിട്ടുമെടുത്തുകൊണ്ടാണ് ഇസ്രായേലിന് അധിനിവേശത്തിന്റെ രസം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിലാണ് ലോകത്തെമ്പാടുമുള്ള ജനവിഭാഗം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, കുലി വിത്ത് ഗസ എന്നതാണ്. അതുപോലെ തന്നെ വെനിസ്വേല എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് വെനിസ്വേല വിത്ത് ഗസ എന്നതാണ്. ഖത്തറിന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തർ വിത്ത് ഗസ എന്നതാണ്. അതുപോലെ തന്നെ ബ്രിട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ വിത്ത് ഗസ എന്നതാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിന്റെ വർത്തമാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യവും ഈ അർത്ഥത്തിൽ ജനാധിപത്യ പോരാട്ടത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കാലം